ഇത് ഉപയോഗിക്കുമെന്ന് അറിയില്ല. ഒരു ഗ്ലാസ് വെള്ളം ചൂടാക്കി ചായ തകർത്തി കഴിച്ചിട്ട് പോകുമ്പോൾ അതിൻ്റെ പാത്രങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദം കൊണ്ട് അലോസരപ്പെടാതിരിക്കാൻ, എൻ്റെ മകൻ്റെ പഠനത്തെ തടസ്സപ്പെടാതിരിക്കാൻ ഞാൻ റബ്ബർ തോട്ടത്തിൽ ഷെഡ് വലിച്ചു കെട്ടിയ ആ ഷെഡിൻ്റെ അടിയിൽ ഇരുന്നിട്ടാണ്, പടത വലിച്ചു കെട്ടി ഷെഡിൻ്റെ അടിയിൽ ഇരുന്നിട്ടാണ് ചായ പോലും ചൂടാക്കി കഴിക്കുന്നത്. അത്ര പോലും അസൗകര്യങ്ങൾ എൻ്റെ മകൻ ഉണ്ടാകരുതേ എന്ന് പ്രവർത്തിച്ചു നോക്കി, കണ്ട് പ്രവർത്തിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് ഈ വിധമായില്ലേ, എന്നിട്ട് തളർന്ന് വീഴുന്ന ഒരവസ്ഥയാണ് കണ്ടത്. ഇതൊക്കെ ഈ നിരന്തരമായ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ട് ലഹരി പദാർത്ഥങ്ങളുമായി വഴിയെ സഞ്ചരിക്കാനായിട്ടുള്ള ഒരു സാഹചര്യങ്ങളും നിങ്ങൾ ഉണ്ടാക്കരുത്. അനേക ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. നിങ്ങൾക്കൊരു ലക്ഷ്യബോധത്തോടുകൂടി പ്രവർത്തിക്കാനായിട്ട്, വളരാനായിട്ട്, ജീവിക്കാനായിട്ടുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറുകളും സൗകര്യങ്ങളും ഇവിടെ ഈ സമൂഹം, വിശേഷിച്ച് നിങ്ങളുടെ രക്ഷിതാക്കൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. മത്സരബുദ്ധിയോടെ, ഈ ലക്ഷ്യബോധത്തോടുകൂടി ആ വിഷയത്തിലേക്ക് നീങ്ങാനുള്ള ശ്രമം നിങ്ങൾ നടത്തണം. അപ്പോൾ ഈ മകൻ പറഞ്ഞതുപോലെ സുഹൃത്തുക്കളുടെ സ്നേഹപൂർവമായ നിർബന്ധം, അനുകരണ വാസന, മാധ്യമങ്ങളുടെ സ്വാധീനം, നവമാധ്യമങ്ങളുടെ സ്വാധീനം, ഇങ്ങനെ അനേകം ഘടകങ്ങൾ ഇതിലേക്ക് ലഹരി പദാർത്ഥങ്ങളുടെ വഴിയെ സഞ്ചരിക്കാനായിട്ട് പ്രേരിപ്പിക്കും. ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഒരു തരത്തിലുള്ള ഊർജമോ ഉന്മേഷമോ നമുക്ക് തരുന്നില്ല. പക്ഷെ അത് കിട്ടുമെന്നുള്ള മിഥ്യയായിട്ടുള്ള, തെറ്റായിട്ടുള്ള ഒരു ധാരണ. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു ചിത്രം കാണാനിടയായി. ഞാൻ അടിമാലിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. 1-2 ഷോപ്പുകളൊക്കെ എനിക്ക് അവിടെ നല്ല പരിചയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഫ്രൂട്ട്സ്, ടീ എന്നൊക്കെ എഴുതി വെച്ചൊരു ബോർഡ്, അത് ഏത് കടയാണെന്ന് എനിക്ക് മനസ്സിലായി. ആ കടയുടെ താഴെ നിന്നുകൊണ്ട് ഒരു മകൻ സിഗരറ്റ് കത്തിച്ച് മറച്ച് പിടിച്ചിട്ട് ആ സ്ഥാപനത്തിന്, ആ സ്കൂളിൽ പഠിക്കുന്ന ആ ഒരു മോൾക്ക് മെല്ലെ ഇങ്ങനെ വായിലേക്ക് നീട്ടി കൊടുക്കുന്നു. 2 പുക വലിക്കുന്നു. അവൾ വളരെ രഹസ്യമായിട്ട് അത് കളയണു, വീണ്ടും ഉപയോഗിക്കുന്ന ഒരു ദൃശ്യം കാണാനായിട്ട് ഇടവന്നു. എനിക്ക് ആ സ്പോട്ട് പെട്ടെന്ന് മനസ്സിലായി. ഞാൻ അടിമാലി ടൗണിൽ ഏതാണ്ട് 8 വർഷക്കാലം ഉണ്ടായിരുന്നു. അടിമാലി 3 ഓഫീസ് ഉള്ളതുകൊണ്ട് അവിടെ മാറി മാറി ജോലി ചെയ്തിട്ടുള്ളത് എനിക്കറിയാം. എങ്ങനെയാണ് പോക്ക്, കാര്യങ്ങളുടെ പോക്ക് എങ്ങനെയാണ്? ഈ രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഇങ്ങനെ ആ കുട്ടികൾ മാറി മാറി ഇങ്ങനെ ചെയ്ത് സ്മോക്കിങ് അതൊരു ഹാബിറ്റായി വളരുകയാണ്. രക്ഷിതാക്കളൊന്നും അങ്ങനെ എല്ലായ്പ്പോഴും അവരുടെ കൂടെ നടക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ സുഹൃത്തുക്കളുടെ സ്നേഹപൂർവമായ നിർബന്ധം കൊണ്ടും, അനുകരണ വാസന കൊണ്ടും, നവമാധ്യമങ്ങളുടെ സ്വാധീനം കൊണ്ടും, ജിജ്ഞാസ കൊണ്ട്, മറ്റൊരു കാര്യം ജിജ്ഞാസയാണ്. ഇതെന്തൊക്കെയാണ്, ഞാൻ ഈ പറയുന്ന സാധനങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോൾ ഇതെങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ അറിയാനുള്ള തോന്നലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ കടക്കാത്തത്. ബ്രൗൺ ഷുഗർ, ഹാഷിഷ്, പെത്തഡിൻ, ഹെറോയിൻ എന്നൊക്കെ പറയുന്ന ഒത്തിരി ഉൽപ്പന്നങ്ങളുണ്ട്. ഏതാണ്ട് 32ഓളം ഉൽപ്പന്നങ്ങൾ സുലഭമായി തന്നെ ലഭിക്കുന്നുണ്ട്. ഈ വസ്തുക്കൾ ഇങ്ങനെ മാർക്കറ്റിൽ ലഭ്യമാണ്. ആദ്യമേ തന്നെ ചെറുതായ രീതിയിൽ പുകവലിയിൽ ആരംഭിച്ച്, പിന്നെ ചെറിയ മദ്യപാനത്തിൽ ആരംഭിച്ച്, പിന്നെ മയക്കുമരുന്നിൻ്റെ ശ്രേണിയിലേക്ക് പോകും. 200 സിഗരറ്റ് വലിക്കാൻ മക്കൾക്ക് ആദ്യം തോന്നുമ്പോൾ ഒന്ന് ചിന്തിച്ചേക്കണം, 200 രാസപദാർത്ഥങ്ങളുടെ ഒരു മിശ്രിതമാണ് ഈ സാധനം. നിക്കോട്ടിൻ, കാർബൺ മോണോക്സൈഡ്, അമോണിയ എന്ന് വേണ്ട അനേക സാധനങ്ങൾ അതിൻ്റെ സംയുക്തങ്ങളായിട്ടുണ്ട്. ആ വസ്തുക്കളാണ് നമ്മുടെ ശരീരത്തിലേക്ക് നിക്കോട്ടിൻ പ്രവേശിക്കുമ്പോൾ അതിൻ്റെ അളവ് കുറയുമ്പോഴാണ് വീണ്ടും വെടിയ വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള ഒരു താല്പര്യത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഇത്തരം വിഷയങ്ങളിലൊക്കെ താല്പര്യം കാണിക്കുന്നുണ്ട്. അത് നമുക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളുടെ സ്നേഹനിർബന്ധം കൊണ്ടും, ജിജ്ഞാസ കൊണ്ടും, അനുകരണ വാസന കൊണ്ടും, നവമാധ്യമങ്ങളുടെ സ്വാധീനം കൊണ്ടും എന്തെല്ലാമോ ഒരു പ്രത്യേകമായ അനുഭൂതിയും ഊർജവും ഉന്മേഷവും പ്രദാനം ചെയ്യുന്ന വസ്തുക്കളാണ് ഇത്തരമുള്ള പദാർത്ഥങ്ങൾ എന്നുള്ള തെറ്റായ തോന്നലുകൾ കൊണ്ടുമൊക്കെയാണ് നമ്മുടെ യുവജനങ്ങൾ ഇത്തരം കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. ഇനി ഇത് പോയാലോ 3-4 ഘടകങ്ങളെ ബാധിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യനിലയെ, ശാരീരികമായ അവസ്ഥയെ തകിടം മറിച്ച് കളയും. ശരീരത്തിൻ്റെ 10 അവയവങ്ങളെ നേരിട്ട് ബാധിക്കുകയാണ്. തൃശ്ശൂർ വെച്ച് ഒരു ഡോക്ടറെ അറസ്റ്റ് ചെയ്തു മയക്കുമരുന്നുമായിട്ട്. ആ ഡോക്ടർ പറഞ്ഞപ്പോൾ, ആ ഡോക്ടറെ പിടിച്ചപ്പോൾ, അത് MBBS കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞ് നിൽക്കുന്ന ആ സാറെ പിടിച്ചപ്പോൾ ആ സാറ് പറയുകയാണ്, വളരെ നിഷ്കളങ്കമായിട്ട് ആ MBBS ഡോക്ടർ പറയുന്നു, ഞാൻ മാത്രമല്ല സാർ, ഞങ്ങളുടെ ടീം പിടിക്കുമ്പോൾ 14 പേരെ അറസ്റ്റ് ചെയ്തു വന്ന് തൃശ്ശൂർ വെച്ച്. അതിൻ്റെ അകത്ത് എത്ര പേര്? 9 പേരാണ് മെയില്, ആണ് ഡോക്ടർമാർ. ബാക്കിയുള്ളവർ പെൺകുട്ടികൾ പിടിച്ചു. എന്താ പറഞ്ഞതെന്നറിയാമോ? ഈ MDMA എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കുമ്പോൾ പല കാര്യങ്ങൾക്കും ഒരു ഉന്മേഷവും ഊർജവും ഓർമ്മശക്തിയൊക്കെ വർദ്ധിക്കുന്നുണ്ട് എന്ന് പലരും പറഞ്ഞു. അതൊന്ന് പരീക്ഷിച്ച് നോക്കാനാണ് ഒരാൾ ഉപയോഗിച്ചത്.
അതിൻ്റെ കൂട്ടിൽ അതിന് ചേർന്ന് മറ്റ് പലരും അത് ഉപയോഗിച്ചു. എന്താണ്? ചിലർ ഒരു കുറച്ചു കാലത്തേക്ക്, ഏതാനും നാളത്തേക്ക് തലച്ചോറിൻ്റെ രാസഘടനയിൽ വരുന്ന മാറ്റത്തിൻ്റെ പരിണിത ഫലമായി നിർജീവാവസ്ഥയിലേക്ക് പോകുന്ന തലച്ചോറിലെ കോശങ്ങൾക്ക് ജീവൻ വയ്ക്കും. ഒരു പ്രത്യേകമായ ഒരു മാറ്റം വരും. അതൊരു എന്താണ്, ക്ഷണികമായ ഒരു കാലഘട്ടമേ ഉള്ളൂ, കുറച്ചു കാലത്തേക്ക്. സ്ഥായിയായൊരു ഭാവം അതിനില്ല. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് ഈ ഓർമ്മശക്തി വർദ്ധിച്ചു എന്നും പഠിക്കാനുള്ള മികവ് കൂടിയെന്നും സ്പോർട്സിലാണെങ്കിലും ഗെയിംസിലാണെങ്കിലും കൂടുതൽ ഒരു മികവ് കാണിച്ചു എന്നൊക്കെ പറയണതിൻ്റെ കാര്യം അതാണ്. അല്ലാതെ അത് സ്ഥായിയായ ഒരു ഭാവമല്ല, സ്ഥായിയായ ഒരു ഊർജ്ജം നൽകുന്നതല്ല. ശരീരത്തിൻ്റെ തലച്ചോറിലെ രാസഘടനയിൽ മാറ്റം വരുമ്പോൾ ഉണ്ടാകുന്ന താൽക്കാലികമായ ഒരനുഭൂതിയാണ് ഈ വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അവരെ എന്താ പറയണേ, MBBS ഡോക്ടർമാരെന്തായി, അത് അളവിൽ കൂടുതലില്ലാത്തത് കൊണ്ട്, 5 ഗ്രാമിൽ താഴെയുള്ള സാധനം ആയതുകൊണ്ട് അവർ റിമാൻഡിൽ പോയില്ല, എന്ന് പറഞ്ഞാൽ ജയിലിൽ പോയില്ല, രക്ഷപ്പെട്ടു. അപ്പോൾ ഇനി നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത്, ലഹരി 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റാൻസസ് ആക്ട് എന്ന് പറയുന്ന NDPS ആക്ട് എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നിലനിൽക്കുന്ന ഒരു വലിയ നിയമമാണ്. ആ നിയമത്തിൻ്റെ കീഴിൽ പെട്ടുപോയാൽ, ആ നിയമത്തിൻ്റെ കീഴിൽ വരുന്ന കുറ്റകൃത്യങ്ങളിൽ പെട്ടുപോയാൽ വിദേശ പഠന സാധ്യത, വിദേശ തൊഴിലവസരങ്ങൾ, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തൊഴിലവസരങ്ങൾ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തൊഴിലവസരങ്ങൾ, നിങ്ങളുടെ ഭാവിയെ പുഷ്ടിപ്പെടുത്തുന്ന, നന്മയിലേക്ക് നയിക്കുന്ന നല്ല നല്ല അവസരങ്ങളെ നഷ്ടപ്പെടുത്തുമെന്ന് നിങ്ങൾ ഓർമ്മ വേണം. ഏതെങ്കിലും ഒരു നല്ല കമ്പനി നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്രൈം ഉണ്ടോ, ചെറിയ കുറ്റം മതി, NDPS ആക്ടിൻ്റെ കീഴിൽ വരുന്ന ഏതെങ്കിലും ചെറിയ കുറ്റകൃത്യങ്ങൾ നിങ്ങൾ പെട്ടിട്ടുണ്ടോ? വിദേശ കമ്പനികൾ നിങ്ങളെ കോളേജിൽ നിന്ന് ക്ഷണിച്ചുകൊണ്ട് പോകാനായിട്ട് ഇരിക്കുമ്പോൾ മിടുക്കിയ, പക്ഷേ NDPS ആക്ട് അനുസരിച്ച് കോതമംഗലം എക്സൈസിലോ കോതമംഗലം പോലീസിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലോ ഒരു ചെറിയ ക്രൈം ഉണ്ടെങ്കിൽ അവിടെ പണി പാളി, വിദേശ പഠനം പാളി, സാധിക്കാതെ വരും. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ആ കാര്യത്തിൽ ഉടലെടുക്കും. അതുകൊണ്ട് ഏത് വിധേനയും ലഹരി പദാർത്ഥങ്ങളുടെ വഴിയെ സഞ്ചരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം.